ഒരു നൈറ്റ് കഴിഞ്ഞിട്ടുള്ള വരവാണ്. നന്നായിട്ട് ക്ഷീണിച്ച് എങ്ങനെയും പോയിട്ടൊന്ന് കിടന്നാൽ മതി എന്നുള്ള പോക്കിൽ നേരെ ചീറിപ്പാഞ്ഞ് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നല്ല തണുത്ത കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ പുറമേ കാണാൻ നല്ല രസമുണ്ട്. പക്ഷേ ഇലകളൊക്കെ പൊഴിഞ്ഞ് മരമൊക്കെ ഈ ഒരു അവസ്ഥയിലോട്ടായി. കാരണം ഇനിയിപ്പം ഫോള് വരാനുള്ള സമയമായി. സോ ഫൈനലി ഞാൻ വീട്ടിലെത്തി. സന്തോഷമായി. ഞാനാണെങ്കിൽ വീട്ടിലെത്തി. അടിപൊളി, ഒരു സമാധാനമുണ്ട്. എല്ലാവർക്കും നൈറ്റ് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ഒരു ആശ്വാസമല്ലേ? സെയിം ആശ്വാസം തന്നെ എനിക്ക്. ഇനിയിപ്പോൾ കുറേ പ്ലാനിങ് ആണ്. ഇനി എഴുന്നേക്കണം, ഇനി കിടന്നിട്ട് ഇനി അലാം വെച്ച് എഴുന്നേറ്റ് ഇനി എപ്പോഴാണോ എല്ലാം കഴിയുന്നത്. നമ്മൾ വന്ന് ഒന്ന് ഉറങ്ങി കഴിയുമ്പോൾ തന്നെ ഈ ഫുള്ള് ഡേ അങ്ങ് തീരും. പിന്നെ ഒന്നും നമുക്ക് ചെയ്യാനില്ലല്ലോ. സോ ചെന്നു. നല്ല ക്ഷീണമുണ്ട് മുഖത്ത്. ഫുൾ രാത്രി കണ്ണാടി കാണാത്തതുകൊണ്ട് എന്നാൽ കണ്ണാടിയൊക്കെ നോക്കി. മുടിയൊക്കെ പൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടുത്തെ വെള്ളത്തിൽ ചില സമയത്ത് പൊഴിയും, ചിലർക്ക് പ്രശ്നമില്ല. ഓക്കെ അങ്ങനെ സ്വന്തമായിട്ട് നോക്കി അയ്യോ മുടി പോയല്ലോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിന്ന്. ഇനിയിപ്പം അവിടുന്ന് വരുന്നത് തന്നെ ഒരു കോടി അണുക്കളയും കൊണ്ടാണല്ലോ ആശുപത്രിയിൽ നിന്ന് വരുന്നത്. ഇനിയിപ്പം മുടിയൊക്കെ കഴുകണം എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ പോയി കുളിച്ചേച്ച് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ടൊരു സ്കിൻ കെയറും പരിപാടിയൊക്കെ ചെയ്ത്, വലിയ സംഭവമായിട്ടൊന്നുമില്ല, ചെറുതായിട്ടൊരു സ്കിൻ കെയറൊക്കെ ചെയ്ത് ഒന്ന് സെറ്റായി. സ്കിൻ കെയർ ചെയ്യുന്ന എപ്പോഴും നല്ല. നമ്മുടെ മുഖം ഓൾറെഡി രാത്രി മുഴുവൻ ഉറങ്ങാതിരിക്കല്ലേ ചായയുടെ. ഇനി നേരെ കിച്ചണിലേക്ക് പോകും. ഇതിപ്പോൾ എൻ്റെ കുറച്ച് ചെടികളാണ്. ഇവിടെ നമുക്ക് അങ്ങനെ ചെടിയൊന്നും വളർത്താൻ പറ്റില്ലല്ലോ, തണുപ്പ് വരുമ്പോഴത്തേനും എല്ലാം പോകും. അപ്പം ഞാൻ ചുമ്മാ ഇവിടെ ടെക്സ്റ്റൈലിൽ പോകുമ്പോൾ മേടിച്ചിട്ട് വരുന്നതും അങ്ങനത്തെ കുറച്ച് ചെടികളൊക്കെയാണ്. എല്ലാത്തിനും വെള്ളം ഒഴിച്ചു. ജീവിക്കട്ടെ. അതുകൊണ്ട് എല്ലാത്തിനും കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റാക്കി. അതിന് ശേഷം എന്നാ ചെയ്യാനാ, അതിനേലും കഴിക്കാണ്ടേ, നല്ല വിശപ്പുണ്ട്. എന്താ പറയുക, ആരാനേ തിന്നാനുള്ള വിശപ്പ്. ഫുൾ നൈറ്റ് എനിക്കൊന്ന് 10 മണി കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. പിന്നെ കാപ്പി നമ്മൾ പൊതുവെ നൈറ്റ് ഷിഫ്റ്റിനുള്ള എല്ലാവരും അതെ കാപ്പി നന്നായിട്ട് കുടിക്കുമല്ലോ. കാപ്പി കുടിക്കുന്നത് പൊതുവേ ശരിയല്ല. അതുകൊണ്ട് ഞാൻ ഈ ഇടയായിട്ട് ഫുള്ള് ചൂടുകളാണ്. ഇപ്പോൾ വീട്ടിൽ വന്നുകൊണ്ട് നല്ല ഏലക്ക ഇട്ടൊരു അടിപൊളി ചായ കുടിച്ചൊരു ആത്മസംതൃപ്തിയൊക്കെ അണഞ്ഞതിന് ശേഷം നല്ല നാടൻ പാലപ്പവും സോയാബീൻ കറി. ഇപ്പോൾ ഫുൾ ചിക്കനൊക്കെ ആയതുകൊണ്ട് സോയാബീനിലോട്ട് പിടിച്ചേക്കാണ്. അതൊക്കെ കഴിച്ച് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് ഇനി നേരെ ബെഡിലോട്ട്. സോ ഇനിയിപ്പം ഒന്ന് ഉറങ്ങണം. അപ്പോൾ എന്നാ പറയുക, ഇനിയൊന്നും പറയാനില്ല. അങ്ങനെ ഇതാണ് എൻ്റെ നൈറ്റ് റുട്ടീൻ. നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് സ്ഥിരം പരിപാടി. വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അപ്പോൾ ശരി, ഗുഡ് നൈറ്റ്.